നമസ്തേ, സ്വാഗതം ബി2 ഓർഗാനിക്സിലേക്ക്. നമ്മുടെ കണ്ണ് എഴുതി ഭംഗിയാക്കുക അല്ലേ, അത് നല്ലൊരു താല്പര്യമുള്ള കാര്യമാണ് എല്ലാവർക്കും. അത് നല്ല കൺമഷി ഉപയോഗിച്ചിട്ടുള്ളതാണെന്ന് വെച്ചാൽ എല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള ധാരാളം ഐലൈനേഴ്സും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് പലപ്പോഴും പലർക്കും പീലി കൊഴിച്ചിലിനും എഴുതി 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 അവിടെ ഒരു പാടുപോലെ ആവുന്നതും ഒക്കെ പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന, നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ സാധിക്കുന്ന, നമ്മുടെ വീടിൻ്റെ നാലുപുറം കിട്ടാവുന്ന ഏകദേശം ഒരു 20ഓളം 15ലധികം ഔഷധങ്ങൾ ചാറെടുത്ത് അതിനെ തേച്ച് പിടിപ്പിച്ച് അതിനുശേഷം ഒരു 30 ദിവസത്തെ പ്രോസസ്സിന് ശേഷം നമ്മളത് തിരിയാക്കി, അത് തിരി കത്തിച്ചതിൻ്റെ പുക മാത്രം എടുത്തിട്ടാണ് നമ്മൾ അത്രയും, അതായത് ഏകദേശം ഒരു 2-3 മീറ്റർ തുണിയുടെ തിരി കത്തി അതിൻ്റെ പുക കൊണ്ടാണ് നമുക്കൊരു 100 കൺമഷിയുടെ അടുത്ത് പോലും എത്തില്ല. ഒരു 50ഓളം കൺമഷി ഉണ്ടാക്കുമ്പോഴേക്കും അത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം അത്രയും നൈസ് പുകയുടെ കട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ വെച്ചൂർ പശുവിൻ്റെ നെയ്യാണ് കേട്ടോ. കാരണം കണ്ണിൽ ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് ഏറ്റവും ഔഷധ ഗുണങ്ങളുള്ളത് മാത്രം നമുക്ക് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മൾ എടുക്കണം എന്നുള്ള നിർബന്ധം നമ്മുടെ മുത്തശ്ശന്മാരുടെ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത്രയും ഇന്നും അതേപോലെ അത് പിന്തുടരുന്നത് കേട്ടോ. അല്ലാതെ വെറുതെ നമ്മൾ കിട്ടിയ എണ്ണയിൽ ചാലിക്കലോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. വളരെ അതൊരു എന്താ പറയുക, ഒരു തപസ്യ പോലുള്ളൊരു പ്രവർത്തനമാണ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമുക്ക് കൺമഷി ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഉണ്ടാക്കണത്. പിന്നെ ആദ്യം തന്നെ പറയാം, ഇത് സ്മഡ്ജ് പ്രൂഫ് അല്ല കേട്ടോ, വാട്ടർ പ്രൂഫാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചൂർ പശുവിൻ്റെ നെയ്യും ശുദ്ധമായിട്ടുള്ള ആവണക്കെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വാട്ടർ പ്രൂഫാണ്. പക്ഷേ ഒരിക്കലും സ്മഡ്ജ് പ്രൂഫ് അല്ല. നമുക്ക് സ്മഡ്ജ് ഇതിണ്ടിരിക്കാനായിട്ട് പറ്റില്ല. അതിലൊരു കെമിക്കൽസ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ധൈര്യമായിട്ട് എഴുതാം. കണ്ണിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. ഒരു ചെറിയ കുളിർമ ഉണ്ടാവുമെന്ന് മാത്രം. പിന്നെ ഉണ്ണിമാർക്ക് വേറെയാണ് കേട്ടോ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാം. കണ്ണിൽ പീലി കൊഴിയണ അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആൺകുട്ടികൾക്കാണ് വെച്ചാലും അത് രാത്രി എഴുതി കിടന്നിട്ട് പിറ്റത്തെ ദിവസം രാവിലെ ആകുമ്പോഴേക്കും അതിൻ്റെ നിറം പോയിലേച്ച ഒന്ന് തുടച്ച് കളഞ്ഞാൽ മതിയല്ലോ. എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ. കാരണം അത്രയും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത്രയും ഔഷധ ഗുണമുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അതുണ്ടാക്കണത്. 1-2 ദിവസത്തെ പ്രോസസ്സല്ല, 30ഓളം ദിവസം കൊണ്ടാണ് നമുക്ക് തിരി ഉണ്ടാക്കാൻ തന്നെ പറ്റണത്. പിന്നെയും കുറച്ച് ദിവസങ്ങൾ എടുത്തിട്ടേ നമുക്കതിൻ്റെ പുകക്കരി എടുത്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഒരു പ്രോസസ്സിലേക്ക് എത്തിക്കാനും. ബി2 ഓർഗാനിക്സ് പൊതുവെ നമ്മൾ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാത്ത ഒരു ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇതിലുപയോഗിച്ചിരിക്കുന്ന വെച്ചൂർ പശുവിൻ്റെ നെയ്യും അതുപോലെ തന്നെ ബാക്കിയുള്ള 15ലധികം ഔഷധങ്ങളുടെ ആ ഒരു മിക്സുള്ള പുകയും കാരണം തന്നെ നമ്മുടെ കണ്ണിനുണ്ടാവുന്ന ചെറിയ ചെറിയ ചൊറിച്ചിലുകൾ വരെ മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഒന്ന് ഉപയോഗിച്ചു.